ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് പിക്ചർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്റ്റോറേജ് ബോക്സാണിത്. ഇതിനായിട്ട് ഒരു സാധനം പോലും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലുള്ള പഴയ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്റ്റോറേജ് ബോക്സാണ്. ഇതിനായിട്ട് ഞാനൊരു പഴയ ഷർട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടീഷർട്ട് കൂടി എടുക്കുന്നുണ്ട്, പിന്നെ കാർഡ്ബോർഡ് ബോക്സും വേണം, പിന്നെ കത്രികയും ഒരു പശയും കൂടി ആവശ്യമുണ്ട്. ഈ സ്റ്റോറേജ് ബോക്സിന് അടപ്പിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ഞാനിതിൻ്റെ കവറ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ബോക്സിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു കട്ടിങ് ഉണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ തുണി വെച്ച് കവർ ചെയ്യുമ്പോൾ അത് അറിയില്ല. ബോക്സിൻ്റെ ഔട്ടർ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ ഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷർട്ടിൻ്റെ കോളറും 2 സ്ലീവ്സും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇതിൻ്റെ കോളറും 2 സ്ലീവും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കവർ ചെയ്യാനുള്ള ബോക്സ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് അളവ് നോക്കാം. ഇത് ഈ തുണി കൊണ്ട് തികയോ എന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇപ്പം ഞാൻ ആദ്യത്തെ സൈഡിൽ പശ തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഇതിന് പകരമായിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്യാം, ഫെവിക്വിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതാണെങ്കിലും യൂസ് ചെയ്യാം. ഇതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ 3 സൈഡിൽ നിന്നും എക്സ്ട്രാ ഉള്ള ക്ലോത്ത്സ് ഞാൻ വെട്ടിക്കളയുന്നുണ്ട്. കാരണം ഞാനൊരു ചെറിയ ബോക്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വലിയ ബോക്സാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഓരോ സൈഡ് ഒട്ടിക്കുന്നതിന് മുന്നേയും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, അളവ് കറക്റ്റാണോ, ചുളിവൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ സൈഡ് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ 3-ാമത്തെയും 4-ാമത്തെയും സൈഡ് ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ 4 സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തെ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ ടീഷർട്ട് എടുത്തിട്ടുള്ളത്. ഈ ടീഷർട്ട് ബോക്സിലൊന്ന് വെച്ച് അളവെടുക്കുക, ഏകദേശം എത്ര വേണ്ടി വരുമെന്ന് അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ആവശ്യമുള്ള തുണി. ഇതിനി ഒരറ്റം തുന്നിയെടുക്കണം. ഒന്നില്ലെങ്കിൽ സൂചി നൂലും വെച്ചിട്ട് തുന്നിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പശ വെച്ച് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പശയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒട്ടിച്ച ഭാഗം ബോക്സിൻ്റെ അകത്ത് വരത്തക്ക രീതിയിൽ ഇതുപോലെ ഇത് കവർ പോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തത്തെ പോർഷനും കവറായി. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അറ്റമൊക്കെ കൃത്യമായിട്ട് വയ്ക്കുക. ഈ 2 ക്ലോത്തും തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് പശ തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് അഴിഞ്ഞു പോവാതെ സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആദ്യം എടുത്ത ഷർട്ടിൽ നിന്ന് അതിൻ്റെ 2 സ്ലീവ് മുറിച്ച് മാറ്റിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു പോർഷൻ ഞാൻ മുറിച്ചെടുത്തിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് അതിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഡിവൈഡറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിവൈഡർ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡിവൈഡറായിട്ട് കവർ ചെയ്തെടുത്ത ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡിൽ ഞാൻ പശ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്യാപ്പിലാണ് പാർട്ടീഷൻ വേണ്ടതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഡിവൈഡർ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റ് 2 സൈഡിലും കുറച്ച് പശ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. DIY സ്റ്റോറേജ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ചുകൂടി വലിപ്പം കൂടുതലുള്ളൊരു ബോക്സ് എടുത്തിട്ട് ഉണ്ടാക്കിയതാണിത്. ഇതിലും പഴയ ഷർട്ടും പഴയ ടീഷർട്ടും തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നടുക്ക് ഞാൻ സൂചിയും നൂലും വെച്ചിട്ട് തുന്നുക ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വയ്ക്കാം. തുണികൾ മടക്കി വെക്കാം, അല്ലെങ്കിൽ ബുക്സ് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാച്ചോ പേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള പഴയ തുണി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിനായിട്ട് പുതിയതായിട്ട് ഒന്നും വാങ്ങിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.